ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഗ്രീൻ പീസ് കറി, തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീയും വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിട്ടുണ്ടായത്. അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ചേർത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതുപോലെ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിനാവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് ഒരു കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു 6-7 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചിട്ടുണ്ടായിന്. ഓരോ ഗ്രീൻ പീസിൻ്റെ വേവ് പോലെയാണ്, അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തേങ്ങൻ്റെ അരപ്പാണ്. അതിനാദ്യം തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുക്കുന്നതിന് മുമ്പ് ഒരു 3/4 കപ്പ് തേങ്ങയിലോട്ട് കുറച്ച് വലിയ ജീരകവും കുറച്ച് ഉള്ളിയുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീയും കുറച്ച് വെളിച്ചെണ്ണയും തന്നെയാണ് ആഡ് ചെയ്തിട്ടുണ്ടായത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുഴുങ്ങലരിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് വറുത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഈ തേങ്ങയും ജീരകവും ഉള്ളിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കണേ. ഒരു ഇളം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് അതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അത് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ ഈ കറീൻ്റെ കൂടെ ഞാൻ ചപ്പാത്തിയും പത്തലും പുട്ടും ഒക്കെ ഉണ്ടാക്കലുണ്ട്, പൊറോട്ടയെല്ലാം ഉണ്ടാക്കലുണ്ട്. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ് രാവിലെ തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള കറിയും ചപ്പാത്തിയും തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ ഈ കറി വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതിയിടണേ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോഴത്തേക്കും നമ്മുടെ കറിയും സെറ്റായിട്ടുണ്ട്. കറി ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്കാണ് ഈ തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഒരു തിള വന്നതിന് ശേഷം ചൂടോടെ ചപ്പാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.